രാവിലെ എക്സസൈസിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഡംബിൾസ് പോലെ നല്ല വെയിറ്റുള്ള മീനാണ്. അപ്പോൾ എവിടെ മനസ്സിലല്ലേ, നമ്മുടെ സ്വന്തം ദിലീപേണ്ട കടയിലാണ്. ആ മീശ കണ്ടില്ലേ, അതായത് നമ്മുടെ സ്വന്തം മീശക്കരൻ ദിലീപേണ്ട കടയിൽ. മീശ മാധവല്ലേ, ദിലീപ് മീശ വിരിച്ച അന്നൊരു മോഷണം നടക്കും. നമ്മുടെ ഇവിടെ ദിലീപേട്ടൻ മീശ വിരിച്ച അന്ന് അടുക്കളയിൽ പലം നടക്കും. ദിലീപേണ്ട കടയിൽ 2 കിച്ചണാണ് മെയിനായിട്ടുള്ളത്. ഇത് ചെറിയൊരു കൗണ്ടർ പോലെ. ഇവിടെയാണ് മീൻ ചെറിയ കരിമീൻ പൊള്ളിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ മുട്ട ഫ്രൈ ചെയ്യുന്ന പരിപാടി, അതുപോലെ തന്നെ കണവ റോസ്റ്റ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് ലൈവായി ഉണ്ടാക്കി കൊടുക്കും. തൊട്ടപ്പുറത്താണ് മെയിൻ അടുക്കള. ആ അടുക്കളയിൽ വെച്ചിട്ടാണ് മീൻ നന്നാക്കുന്ന പരിപാടി. വലിയ തലക്കറി, അതുപോലെ തന്നെ വലിയ ആവോലി എല്ലാം കറി വെക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കഥ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ദിലീപേട്ടുള്ളത്. ദിലീപേട്ടോ, സ്വാഗതം മക്കളെ, സ്വാഗതം. ഞാൻ ഈ കട തുടങ്ങിയതാണെങ്കിൽ ഒരു 15 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്ക് ഈ 2 മുറി മാത്രമേ ഉണ്ടായിരുന്നു, ഈ 2 മുറി മാത്രം. ഇതിനകത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്നു. മണ്ണെണ്ണ സ്റ്റവ് കൊണ്ടുവന്ന് 3 അടപ്പും കൂട്ടി അങ്ങനെ തുടങ്ങിയതാണ്. ഇതെന്തായിട്ട് ദിലീപേട്ടാ? അത് കാളാഞ്ചി വേണം. കാളാഞ്ചി നമ്മളിവിടെ പോയി എടുക്കുക മീൻ രാവിലെ. നമ്മളിത് രാവിലെ പിന്നെ കുമരകത്ത് സൊസൈറ്റി ഉണ്ട്, അവിടെ പോയി എടുക്കും. ഇത് കരിമീനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കുരുമുളകിലെ പൊള്ളിക്കുന്നുണ്ട്, വാഴയിലെ പൊള്ളിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ടാകും. പിന്നെ കാളാഞ്ചി ഉണ്ടാകും, കരിമീൻ ഉണ്ടാകും, ചെമ്മീൻ ഉണ്ടാകും, മീൻമുട്ട ഉണ്ടാകും, പൊടിമീൻ ഉണ്ടാകും, കാരി, വരാല്, വാള, മഞ്ഞക്കൂരി, അങ്ങനെ അന്ന് കിട്ടുന്ന എല്ലാ മീനുകളും നമ്മളിവിടെ ചെയ്യാറ്. നമുക്ക് ഒരു ഊണ് റേറ്റ് വരും. ഇപ്പോൾ ഊണ് 60 രൂപ. 60 രൂപ. പിന്നെ അഡീഷണൽ മീൻ നമുക്ക് സെപ്പറേറ്റ് അന്നേരം കിട്ടുന്ന മീനിന്റെ വില പോലെ. ഈ മീശന്റെ കഥ എന്താ? കടയിരുന്നപ്പോഴത്തേക്ക് ഇത് മറ്റൊരു ഷാപ്പുണ്ടല്ലോ, അപ്പൊ എല്ലാരും ഇവിടെ വന്നിട്ട് ഷാപ്പാണെന്നും പറഞ്ഞ ചില ആൾക്കാർ തിരിച്ചു പോകണം. അപ്പൊ എന്റെ മക്കള് മീശക്കാരൻ ദിലീപേന്റെ ഇടയിൽ നിന്ന് ബോർഡ് വെച്ച്. അപ്പോഴും അല്ലെങ്കിൽ എനിക്ക് മേശയാണ്. ഞാൻ കയറിലേക്കൊക്കെ ഒത്തിരി പ്രോഗ്രാം ചെയ്യാൻ, മാവിന്റെ പ്രോഗ്രാം, ശരത്കുമാർ, മനോജ് ജയൻ, ഇവരൊക്കെ മാവേലിയായിട്ട് പോയി സ്റ്റുഡിയോയിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അന്ന് വരെ മീശയുണ്ട്. പക്ഷെ ഇതേ വ്യത്യസ്തമായിട്ട് കൂടുതൽ വെച്ചത് മീശക്കാരന്റെ കടയിൽ നിന്ന് പിള്ളേർ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഇരുന്നോട്ടെ ഉണ്ടോ. എല്ലാം കഴിഞ്ഞ വർഷം പോയി. എല്ലാ വർഷവും മീശ ഞാൻ പുറകോട്ട് കെട്ടി വെച്ചതാ. പിന്നെ അത് ഇവിടെ കൊണ്ട് കെട്ടിയതായിരുന്നു. കെട്ടി പിന്നെ ഇട്ടതാ. നമ്മളൊരു അസ്വസ്ഥത തോന്നി. കാരണം മീശ നമുക്ക് എപ്പോഴും അത് വിനയത്തിന് കൊണ്ട് നടക്കണം. മോനാണെന്ന് മീശയുടെ വായിലേക്കാണ് കിടക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മുട്ടനാട് കലക്കൂടി, നമ്മൾ എല്ലാം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ മുട്ടനാട് കലക്കുടിച്ച് തൂങ്ങി കിടക്കും. അപ്പോൾ എനിക്ക് ഇത്രയും മീശയുടെ വായിലേക്ക് തുള്ളി പോലും ഞാൻ വളർത്തത്തില്ല. സൈഡിലേക്ക് വളർത്തുന്നു. ഞാൻ പ്രേമനരേശിയാ, സങ്കടത്തില്ല. തേച്ചിട്ട് പോയാലും സാരമില്ല. അതിന്റെ ഭാഗത്ത് താടിയാ. ഇത് വല്ലാത്ത പടപ്പായി പോയി. ഇതെന്താ വെച്ചാ കാളാഞ്ചി. ഇത് കാളാഞ്ചി കറി. സിലോപ്പി. തൊട്ടപ്പുറത്ത് ബ്രാലിന് ആയിക്കൊണ്ടിരിക്കുന്നു, കരിമീനും ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെ 2 മക്കളാ, 2 പേര്. അത് അനൂപും ദീപും. അതെ. ചെമ്മീൻ ഫ്രൈ ആണത്. നാടൻ വരാല് പൊള്ളിച്ചുണ്ട്, കരിമീൻ കുരുമുളക് പൊള്ളിച്ചുണ്ട്, കാളാഞ്ചി കറിയുണ്ട്, സിലോപ്പി പൊള്ളിച്ചുണ്ട്, മീൻമുട്ട ഫ്രൈ ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, പൊടിമീൻ ഫ്രൈ ഉണ്ട്, സിലോപ്പി ഫ്രൈ ഉണ്ട്. 14 കാളാഞ്ചി ഫ്രൈ, 8 കാളാഞ്ചി ഫ്രൈ. അയ്യോ ചേട്ടാ, അയ്യോ ബാ ചേട്ടാ, മീശക്കാരൻ്റെ കടയിൽ പോകാം ചേട്ടാ നമുക്ക്. അയ്യോ പൊന്നുമോളെ, നേരത്തെ ഓർത്തതാ, മീശക്കാരൻ്റെ കടയിൽ പോയി ഊണ് കഴിക്കണം. അയ്യോ അതൊന്നും അല്ലടി മോളെ, അവിടുത്തെ വിഭവങ്ങൾ എന്തെല്ലാം അറിഞ്ഞുകൂടി. കാളാഞ്ചി പൊരിച്ചതും കരിമീൻ പറ്റിച്ചതും 10-20 ഐറ്റം കറിയുമുണ്ട്. എങ്കിൽ എടുക്കൂ ചേട്ടാ വണ്ടി, പെട്ടെന്ന് എടുക്കൂ ചേട്ടാ, നാവിൽ കൊതിയൂറി തുടങ്ങി എൻ്റെ പൊന്നു ചേട്ടാ. നല്ല ചൂട് ചോറ്, അതിൽ ലേശം മീൻകറി. ഇത് മാങ്ങ അരച്ചിട്ടാണ് മീൻകറി വെക്കുക. ഇവിടെ എല്ലാ ദിവസവും മാങ്ങ അരയ്ക്കും. ഇത് മത്തിയാണ്, മത്തിക്കറി, തേങ്ങരച്ച മത്തിക്കറിയിലേക്ക് ലേശം വരാലിൻ്റെ ഗ്രേവി ഇങ്ങനെ എടുത്തൊഴിക്കുക. കരിമീനുണ്ട്, പിന്നെ ഇത് കരിമീൻ പൊരിച്ചത്, നമ്മുടെ ചെമ്മീൻ, എന്തൊക്കെയോ തരം മീനുകളുണ്ട്. നല്ല ചൂട് ചോറിലേക്ക് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ നല്ല
മാങ്ങട്ട കറിയുടെ ടേസ്റ്റ്. ലേശം കൊഴുവങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇടണം. ലേശം പുളിശ്ശേരി ലേശം ഒഴിച്ചിട്ട് ഇങ്ങനെ മീൻ കറിനേക്കാളും കിടു പുളിശ്ശേരിയാണ്. പുളിശ്ശേരി തകർത്തു. ഒരു കഷ്ണം കാളാഞ്ചി എടുത്തിട്ട് ഭയങ്കര സോഫ്റ്റാണ് കാളാഞ്ചി. കപ്പയിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കറികളിലൊന്നും ഇവിടുത്തെ നാടൻ വരാല. വരാല്. പാമ്പരാലല്ല, ആ നാടൻ വരാല. അപ്പോൾ നാടൻ വരാലിൻ്റെ കറിയും കപ്പയും തകർത്തു. അവിടെ ഏച്ചുമാരി ചിരിക്കുക. ഞാൻ ചൂട് കാരണം പൊള്ളിയിട്ട് മീൻമുട്ട ഫ്രൈ ഇട്ടോ. തകർത്തു. അപ്പോൾ നമ്മൾ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചേർത്തല നിന്ന് വരുവാണെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ടാവുമോ? 11 മൈൽ ജംഗ്ഷനാണ് നമ്മുടെ ഹൈവേ ജംഗ്ഷൻ പറയുമ്പോൾ. 11 മൈൽ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു 650 മീറ്റർ വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കടയും. ഓക്കെ. ദിലീപേട്ടൻ്റെ കട എന്ന് അടിച്ചാൽ ഗൂഗിളിൽ സാധനം അവൈലബിൾ ആണ്. എക്സാക്ട് ലൊക്കേഷൻ ഇവിടെ എത്തിച്ചേരും. അപ്പം എനിക്ക് ഈ അംഗം തുടരാനുണ്ട്. ഇതെല്ലാം കഴിച്ചു തീർക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി എന്നെ അങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു തുറന്നുകൊണ്ടിരിക്കും. ആ ഇതൊന്ന് കഴിച്ചേക്കാം. ആ ചെമ്മീനും കൂട്ടുക. സംഗതി എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ്. വെറുതെ പറയല്ല. അപ്പോൾ വന്ന് കഴിച്ചോളാം. അപ്പോൾ എന്തായാലും വീണ്ടും പാക്കണം. അതുവരേക്കും ബൈ.